എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. കാത്തിരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ്. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളും ഉത്തരവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളെ കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷ വിവിധ ക്ഷേമ ബോർഡ് പെൻഷനുകൾ നാളെ 2026 ജൂലൈ 24 വെള്ളിയാഴ്ച മുതൽ വിതരണം ആരംഭിക്കും. ഇതിനു വേണ്ടി സംസ്ഥാന ധനവകുപ്പ് 1095 കോടി രൂപ അനുവദിച്ചു. പെൻഷൻ വിതരണ ഉത്തരവും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ നോക്കുകയാണ് എങ്കിൽ സംസ്ഥാനത്ത് 51,10,906 ഗുണഭോക്താക്കൾക്ക് 2026 ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി 941,73,02,800 രൂപ അനുവദിച്ചു. ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വിധവ പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ വാങ്ങുന്ന സംസ്ഥാനത്തെ 8,46,456 ഗുണഭോക്താക്കൾക്ക് NSAP വിഹിതം നൽകുന്നതിന് വേണ്ടി 24,76,14,200 രൂപ കൂടി സംസ്ഥാന ധനവകുപ്പ് അനുവദിച്ചിട്ടുണ്ട്. അതായത് കേന്ദ്രം നൽകുന്ന ഫണ്ടാണ്. ആ ഒരു കേന്ദ്ര വിഹിതം തുടർച്ചയായിട്ടും മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമാണുള്ളത്. സംസ്ഥാന സർക്കാർ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ ആ ഒരു തുക കൂടി അനുവദിക്കുകയാണ് പതിവ്. പക്ഷേ സംസ്ഥാന സർക്കാരിന് ഇത് നേരിട്ട് വിതരണം ചെയ്യാനുള്ള ഒരു അവകാശം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു വിഹിതം അനുവദിച്ച് ഒരാഴ്ച കഴിഞ്ഞ്, അതായത് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്ത് ഒരാഴ്ചക്കകമാണ് ആ ഒരു തുക 300, 200, 500 രൂപയ്ക്ക് എത്തിച്ചേരുന്നത്. പെൻഷൻ വിതരണം നാളെ 2026 ജൂലൈ 24 വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കും. നാളെ വൈകുന്നേരത്തോടു കൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുകയെത്തും. കയ്യിൽ വിതരണം തിങ്കളാഴ്ചയ്ക്ക് ശേഷം മാത്രമാണ് ഉണ്ടാകുക. സർക്കാർ ഫണ്ടുകൾ ഉപയോഗിച്ച് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത് ക്ഷേമ ബോർഡ് ഗുണഭോക്താക്കൾക്കുള്ള ക്ഷേമ പെൻഷൻ കൂടി അനുവദിച്ചിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ 24/7/2026 മുതൽ വിതരണം ചെയ്ത് തുടങ്ങേണ്ടതും 3/8/2026 കൂടി വിതരണം പൂർത്തീകരിക്കേണ്ടതാണ് എന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 17-ാം തീയതിക്കകം വിതരണം പൂർത്തിയാക്കാത്ത തുക തിരുവനന്തപുരം സഹകരണ ബാങ്കിലുള്ള കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിന്റെ അക്കൗണ്ടുകളിലേക്ക് തിരിച്ചടയ്ക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ക്ഷേമ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്. നാളെ സംസ്ഥാനത്ത് 26 ലക്ഷത്തോളം ആളുകളുടെ അക്കൗണ്ടുകളിലേക്ക് 2000 രൂപ, 1,800 രൂപ, 1,500 രൂപ, അതുപോലെ തന്നെ 1,700 രൂപ എന്നിങ്ങനെ ക്രെഡിറ്റ് ആകുന്നതാണ്. അപ്പോൾ 2000 രൂപ ലഭിക്കാത്ത ആളുകൾക്കാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള കേന്ദ്ര വിഹിതം. അത് പിന്നീട് ഒരാഴ്ചക്കുള്ളിലും എത്തിച്ചേരുന്നതാണ്. കയ്യിൽ പെൻഷൻ വിതരണം തിങ്കളാഴ്ച മുതലായിരിക്കും ആരംഭിക്കുക. തിങ്കളാഴ്ച ട്രഷറി മുഖാന്തരം തുക എത്തുകയാണ് എങ്കിൽ തിങ്കളാഴ്ച വൈകുന്നേരത്തോടു കൂടി തുക ആരംഭിക്കും. തിങ്കൾ, ചൊവ്വ, ബുധനൊക്കെ ആയിക്കൊണ്ട് പെൻഷൻ വിതരണം പൂർത്തീകരിക്കും. ഇനി നാളെ കഴിഞ്ഞ് മറ്റന്നാൾ 4ാം ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ട്രഷറി മുഖാന്തരം ആ ഒരു തുക കിട്ടാനുള്ള സാധ്യതയില്ല. അപ്പോൾ തിങ്കളാഴ്ച മുതൽ കയ്യിൽ പെൻഷൻ പ്രതീക്ഷിച്ചാൽ മതി. തിങ്കളാഴ്ച, അതായത് 27-ാം തീയതിയായിട്ട് ആ ഒരു പെൻഷൻ വിതരണം കയ്യിലും ആരംഭിക്കുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകൾ. ഉത്തരവിലെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.